എൻ്റെ എല്ലാ ഗുരുനാഥന്മാർക്കും വന്ദനം. എല്ലാ ഗുരുനാഥന്മാർക്കും വന്ദനം. നമസ്കാരം. ഈ അവസാനം വലിയൊരു ഭാരിച്ച ചോദ്യം ചോദിച്ചിട്ടാണ് നിങ്ങളുടെ പാട്ട് അവസാനിച്ചത്. എങ്ങനെയാണെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കുട്ടികളുടെ കയ്യിൽ തന്നെയാണ്. കുട്ടികളാണ് എൻ്റെ ഗുരുനാഥന്മാർ. അവർ തന്നെ എൻ്റെ ഗുരുനാഥന്മാരായിട്ട് തുടരും. കുട്ടികളുടെ ചോദ്യങ്ങളാണ് നമ്മളെ ഉത്തരങ്ങളിലേക്ക് നയിക്കുന്നത്. അവർക്ക് ചോദ്യം ചോദിക്കാൻ അവർക്ക് മടിയില്ലാതെ ചോദ്യം ചോദിക്കുന്ന ഒരു സമൂഹത്തിനെയാണ് നമുക്ക് വളർത്തിയെടുക്കേണ്ടത്. നിങ്ങളിവിടെ കണ്ടത് ഒരു 100% കുഞ്ഞുങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷനാണ്. സ്വാഗതം മുതൽ ഒരു പക്ഷേ വലിയ വലിയ ജാടകളില്ലാതെ, ആർഭാടങ്ങളില്ലാതെ, വെച്ചുകെട്ടുകളുള്ള ആക്സെൻറ്റുകളില്ലാതെ സാധാരണ ജീവിതത്തിലേക്ക് വരുന്ന കുട്ടികൾ. ഈ പാർട്ടിസിപ്പേഷനാണ് വാസ്തവത്തിൽ കുട്ടികളെ ഇൻക്ലൂഷനിലേക്ക് നയിക്കുന്നത് എല്ലാത്തിലും. അപ്പം ഇവിടെ നമ്മൾ കണ്ടത് അതാണ്. ഓരോ സ്റ്റെപ്പിലും നിറഞ്ഞു നിൽക്കുന്ന കുട്ടികൾ. ഒരുപക്ഷെ ഏതൊരു മേളകളും, കുഞ്ഞുങ്ങളുടെ മേളകളും ഇങ്ങനെ ആയിരിക്കണം. അവിടെ വലിയ ആളുകളുടെ ഒരുപാട് ഇൻ്റർവെൻഷൻ ഇല്ലാതെ തന്നെ കുട്ടികൾക്ക് അത് ചെയ്യാൻ പറ്റണം. എത്രമാത്രം ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് ഇവരിവിടെ ഓർഗനൈസ് ചെയ്യുന്നത്, കോർഡിനേറ്റ് ചെയ്യുന്നത് ഈ കുട്ടികൾ തന്നെ. അതുകൊണ്ടാണ് ഞാൻ എന്നും എൻ്റെ പുസ്തകം എഴുതിയപ്പോഴും ഞാനതിൽ അത് സമർപ്പിച്ചിട്ടുള്ളത് എൻ്റെ ഗുരുനാഥന്മാരായി തീർന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കുഞ്ഞുങ്ങളുടെ ചോദ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് വാസ്തവത്തിൽ നമുക്ക് സത്യം കണ്ടെത്താൻ പറ്റുന്നത്. ഇവിടുത്തെ റിപ്പോർട്ടിൽ നിങ്ങൾ വായിച്ചു, ഒരു ശരിക്കും കണ്ടംപററി ആയിട്ട് ഒരു കുഞ്ഞ് എങ്ങനെയാണ് ജീവിതത്തിൽ വിജയിക്കേണ്ടത് എന്നുള്ളതാണ്. കുഞ്ഞുങ്ങൾ തൊട്ടും അനുഭവിച്ചും കണ്ടും അറിഞ്ഞുമൊക്കെ പഠിക്കേണ്ട കുട്ടികളാണ്. എനിക്ക് ഓർമ്മ വരുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ഇതുപോലെ കരിക്കുലം നടക്കുന്ന ഒരു സ്കൂളിലെ കുഞ്ഞുങ്ങളായിട്ട് ഒരു നേച്ചർ വാക്കിന് പോയ ഒരു സംഭവമാണ്. കുട്ടികളവിടെ നേച്ചർ വാക്കിന് പോയത് ഒരു ബ്ലൈൻഡ് സ്കൂളിലേക്കായിരുന്നു. കാസർഗോഡ് ഒരു ബ്ലൈൻഡ് സ്കൂളുണ്ട്, സർക്കാർ ബ്ലൈൻഡ് സ്കൂളുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞ് ഒരു അരമണിക്കൂറിനുള്ളിൽ കാഴ്ചയില്ലാത്ത കുട്ടികളും കാഴ്ചയുള്ള കുട്ടികളും ഒരുപോലെ സുഹൃത്തുക്കളായി. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അവർ ഒരുമിച്ച് ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങി. നമുക്കറിയില്ല അതിൻ്റെ ഇടയിലുള്ള ഭാഷ അവരെങ്ങനെ രൂപപ്പെടുത്തിയെന്ന് അറിയില്ല. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ടീച്ചർമാർ കുട്ടികളെയൊക്കെ വട്ടത്തിലിരുത്തി ചോദിച്ചു, മക്കളെ നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്, പഠിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ പല കാര്യങ്ങളും പറഞ്ഞു. അവർക്ക് എഴുതാൻ അച്ചടിച്ച പുസ്തകത്തിലും അവർക്ക് എഴുതാൻ പറ്റും, കാരണം അവർ ബ്രെയിലിയാണ് ഉപയോഗിക്കുന്നത്. ഒരു കുട്ടി പറഞ്ഞു അവരുടെ ലിപിക്ക് 6 കുത്താണ് ടീച്ചറെ എന്ന് പറഞ്ഞു. ടീച്ചർമാർക്ക് അറിയില്ലായിരുന്നു ബ്രെയിലി ലിപിയിൽ ഓരോ അക്ഷരത്തിനും 6 കുത്തുകളാണെന്ന്. അവർ മലയാള മനോരമയിലോ മംഗളത്തിലോ ഒക്കെ വീക്കിലികളിലാണ് നോട്ട് എഴുതിയെടുക്കുന്നത്. അത് തൊട്ടിട്ടാണല്ലോ അവർ പഠിക്കാം. ഇങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞു കൂട്ടത്തിൽ ഒരു കുട്ടി വന്ന് അവിടെ ഒരു ഫ്ലോറ ടീച്ചർ ഉണ്ടായിരുന്നു. ഫ്ലോറ ടീച്ചർ സാരി പിടിച്ചു വലിച്ചിട്ട്, LKG കുട്ടികളാണ്, സാരി പിടിച്ചു വലിച്ചിട്ട് ചോദിച്ചു, ടീച്ചറെ അവർക്ക് കാഴ്ച കിട്ടാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? എല്ലാവരും വരെ കാഴ്ച വസ്തുക്കളാക്കി മാറ്റിയപ്പോൾ കുട്ടികൾ വാസ്തവത്തിൽ അവരുടെ പ്രശ്നപരിഹാരത്തിനാണ് ശ്രമിക്കുന്നത്. ടീച്ചർ പറഞ്ഞു നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം മക്കളെ എന്ന് പറഞ്ഞു. കുട്ടി പറഞ്ഞു അങ്ങനെയല്ല ടീച്ചറെ, ഞാൻ വലുതായി ഒരു ഡോക്ടറായി ഞാൻ അവരുടെ കണ്ണ് ഓപ്പറേഷൻ ചെയ്യുന്നു പറഞ്ഞു. ആരാണ് യുക്തിസഹമായിട്ടുള്ള ഒരു പരിഹാരത്തിലേക്ക് പോകുന്നത്? അപ്പോഴേക്കും ടീച്ചറെ കണ്ണ് നിറഞ്ഞു. അപ്പോഴേക്കും വേറെ കുട്ടി പറഞ്ഞു ഞാനൊരു ഡോക്ടറായിട്ട് എൻ്റെ വയ്യാതെ കിടക്കുന്ന അമ്മൂമ്മയുടെ കാല് ഓപ്പറേഷൻ ചെയ്യുന്നു പറഞ്ഞു. ജീവിതത്തിലൊരു ഡോക്ടറാവുന്നത് കാറ് വാങ്ങാനോ അല്ലെങ്കിൽ പണമുണ്ടാക്കാനോ അല്ലെങ്കിൽ സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കാനോ അല്ല. ശബ്ദമില്ലാത്ത അവശത അനുഭവിക്കുന്നവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ഒരു വലിയ പാഠം അവർ ആ യാത്രയിലാണ് പഠിച്ചത്. അപ്പോൾ ഈ യാത്രകൾ ഒരുപാട് പാഠങ്ങൾ കുട്ടികൾക്ക് കൊടുക്കും. ഇവിടെ നമ്മൾ ഈ റിപ്പോർട്ടിലെ ധാരാളം ഇത്തരം അനുഭവങ്ങളിലൂടെ ഉള്ള യാത്രകൾ കണ്ടു. വാസ്തവത്തിൽ കുട്ടികളെ ബാക്കി എന്തൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് 4 സ്റ്റേജുകളിലൂടെ കുട്ടികൾ കടന്നു പോകണം. ഒന്ന്, ഞാൻ ആ ഒരു സംഗതിയാണ് വാസ്തവത്തിൽ ഇവിടെ ആദ്യമായിട്ട് നടക്കുന്നത് സ്കൂളിൽ. ഒന്ന്, കുട്ടികൾ കൺസ്യൂം ചെയ്യാനായിട്ട് പഠിക്കണം. കിട്ടുന്ന സംഗതികളെ പ്രോപ്പറായിട്ട് ചവയ്ക്കാൻ പറ്റാത്ത കുട്ടികളെ ചവയ്ക്കാൻ പഠിപ്പിക്കേണ്ടി വരും.
അടങ്ങിയിരിക്കാൻ പറ്റാത്ത കുട്ടികളെ അടങ്ങിയിരിക്കാൻ ഇതിൽ പ്രശ്നക്കാരായ കുട്ടികൾ പ്രശ്നക്കാരല്ലാത്ത കുട്ടികൾ ഇല്ല. കഴിഞ്ഞ 36 വർഷത്തിൽ ഞാൻ ഭിന്നശേഷി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിക്കരുതെന്ന് പറയാനേ ഞാനത് ഉപയോഗിക്കാറുള്ളൂ. കാരണം എല്ലാ കുട്ടികളും ബേസിക്കലി കഴിവുകളുള്ള കുട്ടികളാണ്. ദൈവത്തിന് തെറ്റ് പറ്റുന്നില്ല. നമ്മളവരുടെ കഴിവുകൾ കണ്ടെത്തുന്നതിൽ നമുക്ക് പറ്റുന്ന തെറ്റുകളാണ്. എനിക്ക് 100 കണക്കിന് അനുഭവങ്ങൾ ഈ 36 കൊല്ലത്തിനുള്ളിൽ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ജീവിക്കുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയാൻ പറ്റും. ഒരു വ്യത്യാസം ഈ കുട്ടികൾ തമ്മിൽ എനിക്കിതുവരെ 36 വർഷം കണ്ടെത്താൻ പറ്റിയിട്ടില്ല. എല്ലാവരും ഒരുപോലെ ജീവിതത്തിൽ വിജയിക്കുന്നവരാണ് ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അതിന് സപ്പോർട്ട് കൊടുക്കാൻ നമ്മൾ പാരൻസ് വേണം. അവരെ ശപിക്കുകയോ ആശങ്കകളോ ഇല്ലാതെ അവർക്ക് പ്രത്യാശ കൊടുത്ത് സപ്പോർട്ട് കൊടുക്കാൻ പറ്റണം. ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. എല്ലാ പാരൻസും ഉള്ളതുകൊണ്ട് പറയണതാണ്. ഒന്ന്, ഇവരെ കൺസ്യൂം ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. എങ്ങനെ കിട്ടുന്ന കാര്യങ്ങളെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് പ്രിപ്പയർ ആൻഡ് കൺസ്യൂമാണ്. കിട്ടുന്ന സംഗതികളെ ആഹാരമാക്കി മാറ്റി, കിട്ടുന്ന സംഗതികളെ നമുക്ക് ജീവിതത്തിലെ അനുഭവങ്ങളാക്കി മാറ്റി പ്രിപ്പയർ ചെയ്ത് കൺസ്യൂം ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഘട്ടം പ്രൊക്യൂർ, പ്രിപ്പയർ ആൻഡ് കൺസ്യൂം എന്നുള്ളതാണ്. ഇതെങ്ങനെ സംഭരിക്കണം എന്നുള്ളതാണ്. നാലാമത്തെ ഘട്ടം ഏൺ, പ്രൊക്യൂർ, പ്രിപ്പയർ ആൻഡ് കൺസ്യൂം. വാസ്തവത്തിലെ എല്ലാ പഠനങ്ങളും എല്ലാ വിദ്യാഭ്യാസ രീതികളും ഈ 4 കാര്യങ്ങൾ ആർജിച്ചെടുക്കാൻ ഒരു മനുഷ്യനെ പ്രാപ്തനാക്കാനാണ് ഉള്ളത്. പക്ഷെ കാലം കടന്നുപോയപ്പോൾ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആശയങ്ങൾ നമ്മുടെ നഷ്ടപ്പെടുകയും നമ്മളുടെ ഡിഗ്രിക്കും സർട്ടിഫിക്കറ്റിനും അതുപോലുള്ള കാര്യങ്ങൾക്ക് പിറകെ പോവുകയും ജീവിതം അവിടെ മാറ്റിവെക്കപ്പെടുകയും ചെയ്യും. ഏത് സ്കൂളിലും ജീവിതമാണ് പഠിക്കേണ്ടത്. ആൻഡ് ജീവിതത്തിൽ നിന്നാണ് പഠിക്കേണ്ടത്. ഇവിടെ നമ്മൾ കണ്ടത് ഓരോ കുഞ്ഞുങ്ങളും ഇതിൽ ജീവിച്ച് പഠിക്കുന്നതാണ്. ഒരു കുഞ്ഞു പോലും ഒരു പേപ്പർ കഷ്ണം വെച്ച് വായിച്ച് പാട്ട് പാടുന്നതോ അല്ലെങ്കിൽ ആശങ്കകളോടുകൂടെ അന്യോന്യം നോക്കുന്നതോ നമ്മൾ കണ്ടിട്ടില്ല. ഒരുപക്ഷെ വലിയ വലിയ സോക്കോൾഡ് സ്കൂളുകളിലൊക്കെ എത്രമാത്രം പ്രോംപ്റ്റ് ചെയ്താലാണ്, വശങ്ങളിൽ നിന്ന് പ്രോംപ്റ്റ് ചെയ്യാനുള്ള മെഷീൻസ് വരെയുണ്ട്. പ്രോംപ്റ്റ് ചെയ്താലാണ് ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിക്ക് പോലും ഇതുപോലെ പെർഫോം ചെയ്യാൻ പറ്റുക. ജീവിതത്തിൽ പ്രകടനങ്ങൾ നന്നായി കാഴ്ചവെക്കാനുള്ള കുഞ്ഞുങ്ങളാണ് ഇവർ. ഇവർക്ക് ഗംഭീരമായിട്ടുള്ള ഭാവി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവണം. ഇത്രയും കാലം ഞാൻ കണ്ട കുട്ടികൾ വെച്ച് ഇവർക്ക് ഭാവിയുണ്ട്. എല്ലാവരും വളരട്ടെ, വലുതാവട്ടെ, അവരുടെ ആത്മകഥകൾ എഴുതുവോളം അവർ പ്രശസ്തരാവട്ടെ. അവരെഴുതുന്ന ആത്മകഥകളിൽ അവരുടെ അച്ഛനമ്മമാരെ കുറിച്ച്, അവരുടെ ഗുരുനാഥന്മാരെ കുറിച്ച് അവർക്ക് നല്ലത് എഴുതാനും പറയാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആശംസകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.